ഓക്കെ, സോ നമ്മൾ വെബ് സെർവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് സെർവർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു Tomcat 5.0 എന്ന് പറഞ്ഞിട്ടുള്ള സെർവറാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പെക്യുലാരിറ്റീസ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റിംഗ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഈ Tomcat 5.0 സെർവർ എന്ന് പറയുന്നത് ഒരു HTML ബേസ്ഡ് സെർവറാണ്. അപ്പോൾ HTML ബേസ്ഡ് സെർവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് HTML കോഡിങ്ങും ഒക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 8080 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി എന്താ ചെയ്യുക, നമ്മൾ ഒരു സെർവർ ഒരു മെഷീനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ബ്രൗസർ ആ ഒരു മെഷീനിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ ബ്രൗസർ ആക്സസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ബ്രൗസ് ചെയ്യുന്നത് http://localhost:8080 എന്ന് പറയുന്ന ഒരു ലിങ്ക് വഴിയായിരിക്കും. കാരണം HTTP പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെഷീൻ തന്നെയാണ് നമ്മളുടെ ബ്രൗസ് ചെയ്യുന്ന മെഷീനും. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. പ്ലസ് അത് യൂസ് ചെയ്യുന്ന പോർട്ട് എന്ന് പറയുന്നത് 8080 എന്ന് പറയുന്ന ഡിഫോൾട്ട് പോർട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്രൗസിങ് വഴി അത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് താഴെയായിട്ട് കുറച്ച് താഴേക്ക് എടുക്കേണ്ടി വരും. എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ ലിങ്ക് കാണാം. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ ലിങ്കിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാനൽ, ഓക്കെ, അതിൻ്റെ Tomcat സെർവറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാനൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ പാനലിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിയ ലെഫ്റ്റ് ഉള്ള ആ ഒരു പാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം Tomcat സെർവർ അതിനിടയിൽ സർവീസ് എന്ന് എഴുതിയിട്ട് ജാവ വെബ് സർവീസ് ഡെവലപ്പർ പാക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അതായത് JWSDP സർവീസാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, Tomcat സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ Tomcat സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് എന്ത്, ജാവ വെബ് സർവീസ് ഡെവലപ്പർ പാക്ക് അഥവാ JWSDP എന്ന് പറയുന്ന സർവീസ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അതിനകത്തുള്ള ആ ഒരു ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള സർവീസസ് കാണാം. JWSDPയുടെ അകത്തുള്ള സർവീസസ് ആണ് കണക്റ്റ്, ദെൻ അതിന് ഹോസ്റ്റ്, ലോഗർ സർവീസ്, റിലേം, വാൾവ്. അപ്പോൾ ഈ 5 കോമ്പണൻസ് ആണ് മെയിനായിട്ട് എന്തിനകത്തുള്ളത്, JWSDP എന്ന് പറയുന്ന സർവീസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5 സർവീസുകളാണ് കണക്റ്റർ സർവീസ്, ഹോസ്റ്റ് സർവീസ്, ലോഗർ, റിലേം ആൻഡ് വാൾവ് സർവീസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ് കണക്റ്റർ സർവീസ്. അപ്പോൾ കണക്റ്റർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, HTTP കണക്ഷൻ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതിനെ കൊയോട്ടെ കമ്പോണന്റ് എന്നാണ് പറയുന്നത് അല്ലേ. കൊയോട്ടെ കമ്പോണന്റ് ആണ് HTTP കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പോർട്ട് വഴി ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കണക്ഷനാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കണക്ടർ കമ്പോണന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ കണക്ടർ കമ്പോണന്റ് ബ്രാക്കറ്റിൽ തന്നെ 8080 ഡിഫോൾട്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് വേറെ ആക്ഷൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യുകയോ ന്യൂ ആക്ഷൻസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെയുള്ള ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് എന്താവുള്ളൂ, സേവ് ആവുള്ളൂ. പക്ഷെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് എന്താവുന്നില്ല, അത് പെർമനന്റ് ആയിട്ട് സേവ് ആവില്ല. അങ്ങനെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കണ്ടില്ലേ വിൻഡോയുടെ ടോപ്പിൽ. അപ്പോൾ ആ കമ്മിറ്റ് ചേഞ്ചസ് എന്ന് പറയാനുള്ള ഒരു ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവുള്ളൂ,
പെർമനന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻസും എല്ലാ കാര്യങ്ങളും എന്താവുള്ളൂ, സേവ് ആവുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കറിയാം കണക്ടറിന്റെ അതായത് ടൈപ്പ് HTTP ടൈപ്പാണ്, സ്കീമ HTTP ആണ്, അതിന്റെ ഡീബഗ് ലെവൽ കൊടുത്തിട്ടുണ്ട്, DNS ലുക്കപ്സ് ഉണ്ടോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇനിയും താഴേക്ക് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ കണക്ടർ കമ്പോണന്റിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ എന്ത് കൂടെ ക്ലിക്ക് ചെയ്യണം, സബ്മിറ്റ് ചേഞ്ചസ് എന്ന് പറയുന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം കോമൺ ആയിട്ട് നമ്മൾ കണക്ടർ കമ്പോണന്റിനകത്ത് കൊടുക്കുന്ന ഫീൽഡുകളാണ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫീൽഡുകളാണിത്. ആക്സെപ്റ്റ് കൗണ്ട്, TCP കണക്ഷന്റെ ലെങ്ത്, ക്യൂ ലെങ്ത്, ദെൻ കണക്ഷൻ ടൈം ഔട്ട്, എത്ര നേരം കണക്ഷൻ വെക്കുന്നു എന്നുള്ളത്, ദെൻ IP അഡ്രസ്, പോർട്ട് നമ്പർ, മിനിമം സ്പെയർ ത്രെഡ്സ്, എത്ര ത്രെഡ്സ് ഉണ്ട് എന്നുള്ളതിന്റെ മിനിമം വാല്യൂ, മാക്സിമം ത്രെഡ്സ്, ദെൻ മാക്സിമം സ്പെയർ ത്രെഡ്സ്. അപ്പം ഇത്രയും വാല്യൂസ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഫീൽഡ് നെയിംസ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഹോസ്റ്റ് ഓർ ലോക്കൽ ഹോസ്റ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് തന്നെയാണ് നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് എങ്കിൽ അതെന്തായിട്ടാണ് കാണിക്കുന്നത്, ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബ്രൗസിംഗ് URL എന്തായിരിക്കും, http://localhost:8080 എന്നുള്ള ഒരു ബ്രൗസിംഗ് URL ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും അത് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന IP അഡ്രസ് എന്തായിരിക്കും, 127.0.0.1 എന്നുള്ളത്, 127.0.0.1 ഇതായിരിക്കും അത് റെഫർ ചെയ്യുന്ന IP അഡ്രസ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രേ പറയുന്നുള്ളൂ. പക്ഷെ ഈ ഒരു IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലാസ് എയുടെ IP അഡ്രസ് ആണിത് അല്ലെ, ക്ലാസ് എ ആണെന്ന് നിങ്ങൾക്കറിയാം. ക്ലാസ് എയുടെ IP അഡ്രസ് എത്ര മുതൽ എത്ര വരെയാണ്, 0 മുതൽ, അതായത് 0.0.0.0 മുതൽ 127.0.0.0 വരെയാണ് എന്ത്, ക്ലാസ് എ. ഇതിനകത്ത് 0.0.0.0 എന്നുള്ളത് ഓൾറെഡി റിസർവ്ഡ് ആണ്. അതേപോലെ തന്നെ 127.0.0.0 എന്ന് പറയുന്ന അഡ്രസ്സും എന്താണ്, റിസർവ്ഡ് ആണ്. ഈ 127.0.0.0 എന്ന് പറയുന്ന അഡ്രസ്സിനെ നമ്മൾ ലൂപ്പ് ബാക്ക് അഡ്രസ് എന്നാണ് പറയാം. ഓക്കെ, അതായത് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തേക്ക് തന്നെ ഒരു ലൂപ്പ് ബാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ അഡ്രസ്സിൽ വരുന്ന അതിന്റെ സബ് നെറ്റ്വർക്ക് അഡ്രസ്സുകളൊക്കെ എന്തായിരിക്കും, ഈ ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും. സെയിം ലൂപ്പ് ബാക്ക് അഡ്രസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്, 127.0.0.1 എന്നുള്ള അഡ്രസ് എന്തായിട്ട് വരുന്നത്, നമ്മൾ സെയിം മെഷീനിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൂപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തുനിന്ന് റെസിപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ജസ്റ്റ് ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക, നമ്മൾ സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മൾ ബ്രൗസിങ് കൊടുക്കുന്ന സമയത്ത് അത് ലോക്കൽ ഹോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലോക്കൽ ഹോസ്റ്റ് റെഫർ ചെയ്യുന്ന IP അഡ്രസ് എന്ന് പറയുന്നത് നോർമലി എന്തായിരിക്കും, 127.0.0.1 ആയിരിക്കും. ഇത്രയും ഓർക്കാം. അത് എന്തുകൊണ്ട് ആ IP അഡ്രസ് വന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലോക്കൽ ഹോസ്റ്റിന്റെ കാര്യം പറഞ്ഞു നമ്മൾ. ഇനിയിപ്പം എങ്ങനെ വരാം, ലോക്കൽ ഹോസ്റ്റ് അല്ലാതെ വരാം അല്ലെ. ഇപ്പൊ ലോക്കൽ ഹോസ്റ്റ് അല്ലാതെയാണ് വരുന്നത് എങ്കിൽ എന്താണ്, നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കേണ്ടി വരും, നമ്മൾ ഏത് ഹോസ്റ്റിൽ നിന്നാണോ നമ്മൾ ബ്രൗസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഹോസ്റ്റിലാണോ സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഒരു കറക്റ്റ് URL നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ യൂസർ ബ്രൗസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഏത് സിസ്റ്റത്തിനകത്താണോ നമ്മൾ
സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള കറക്റ്റ് URL പ്രൊവൈഡ് ചെയ്യണം. എന്തിനകത്ത്? ബ്രൗസിംഗ് URLനകത്ത്. ഓക്കെ, ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താൽ മതിയാവില്ല. അപ്പം ഇത്രയാണ് ഹോസ്റ്റിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹോസ്റ്റിനകത്ത് മെയിൻലി കൊടുക്കുന്ന ഫീൽഡ് നെയിംസ് ആണ്. അതിന്റെ നെയിം കൊടുക്കും അല്ലേ, ഹോസ്റ്റ് നെയിം കൊടുക്കും. ദെൻ ആപ്ലിക്കേഷൻ ബേസ്, വെബ് ആപ്ലിക്കേഷൻ ആണോ എന്താണെന്നുള്ളതിന്റെ ആപ്ലിക്കേഷൻ ബേസ് കൊടുക്കും. ദെൻ ഡിപ്ലോയ് ഓർ സ്റ്റാർട്ടപ്പ്, അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് കൊടുക്കും. ദെൻ ഓട്ടോ ഡിപ്ലോയ് ആണോ അല്ലയോ എന്നുള്ള ആ ഫീൽഡ് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ഓക്കെ, കോണ്ടെക്സ്റ്റ് പറയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ലോക്കൽ ഹോസ്റ്റും അതേപോലെ തന്നെ ഡിഫറെന്റ് ഹോസ്റ്റുകളിൽ നിന്നും അഡ്രസ് ചെയ്യും എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പം ഇങ്ങനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാത്ത് നമ്മൾ പറഞ്ഞു, കറക്റ്റ് പാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ പാത്ത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. റിലേറ്റീവ് പാത്തായിട്ടും കൊടുക്കാം, അബ്സല്യൂട്ട് പാത്തായിട്ടും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അറിയണ്ടാവും, റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളിപ്പോ എവിടെയാണോ ഉള്ളത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നതാണ് എന്ത്, റിലേറ്റീവ് പാത്ത്. അതിൽ നമ്മൾ ഫ്രം ദ റൂട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നുമില്ല റിലേറ്റീവ് പാത്ത്. അബ്സല്യൂട്ട് പാത്ത് ആണെങ്കിൽ എന്താണ്, അബ്സല്യൂട്ട് പാത്ത് ആണെങ്കിൽ നമ്മൾ ഫുൾ പാത്ത് കൊടുക്കണം. ഫുൾ പാത്ത് എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റത്തിനകത്ത്, ഏത് ഡയറക്ടറിയുടെ അകത്ത്, ഏത് സബ് ഡയറക്ടറിയുടെ അകത്ത്, ഏത് ആപ്ലിക്കേഷനകത്ത് അല്ലേ. അപ്പം ഡയറക്ടറി സ്ലാഷ് അതിന് ഏത് യൂസറാണ്, യൂസർ സ്ലാഷ് ഏത് ആപ്ലിക്കേഷനാണ്, ജാവ, ദെൻ സ്ലാഷ് അതിൻ്റെ അകത്ത് ഏത് സർവീസാണ്, അപ്പം JWSDP സ്ലാഷ് അതിനകത്ത് ഏത് വെബ് ആപ്ലിക്കേഷനാണ്. അപ്പം അങ്ങനെ ഫുൾ കറക്റ്റായിട്ട് അതിൻ്റെ പാത്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് പാത്ത് നെയിം കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്താണ്, റിലേറ്റീവ് പാത്ത് കൊടുക്കാം. അപ്പോൾ റിലേറ്റീവ് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സെർവർ, അതിന്റെ ബേസിസിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷനെ ബേസ് ചെയ്തതുകൊണ്ട് അതിന്റെ ലൊക്കേഷനിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളത് കൊടുക്കുന്നതാണ് എന്ത്, റിലേറ്റീവ് പാത്ത് നെയിം എന്ന് പറയുന്നത്. പിന്നെ പാത്ത് നെയിം എഴുതുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ലിനക്സിനകത്ത് നമ്മൾ ആ സ്ലാഷ് കൊടുക്കുന്നത് ഫോർവേഡ് സ്ലാഷ് ആണ്, പക്ഷെ വിൻഡോസ് സിസ്റ്റത്തിനകത്ത് കൊടുക്കുമ്പോൾ ബാക്ക്വേർഡ് സ്ലാഷ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, അത് അങ്ങനെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ദെൻ നമുക്ക് പോകേണ്ടത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്കാണ്. അത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഡയറക്ടറിയുടെ അകത്ത് ഓരോ ഫീൽഡിനകത്തൊക്കെ കൊടുക്കുന്നത് നമ്മൾ എന്ത് പറയും, ഓരോ കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റ് നെയിം എന്നുള്ള ഒരു ഇതിനകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. ഡിഫറെന്റ് സ്ഥലങ്ങളിൽ, ഡിഫറെന്റ് ഡയറക്ടറീസിൽ, ഡിഫറെന്റ് സർവീസുകളിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളതിന്റെ, നമ്മൾ URL ആക്സസ് ചെയ്തതിന്റെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകളും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പൊ കോണ്ടെക്സ്റ്റ് ആക്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലോക്കൽ ഹോസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് വിട്ടുപോയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വെർച്വൽ ഹോസ്റ്റ് എന്നുള്ളത്. വെർച്വൽ ഹോസ്റ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് വേറൊരു സിസ്റ്റം വെർച്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ കോപ്പിറൈറ്റ് വേണ്ട ചില സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോർമൽ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു വെർച്വൽ ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്സസ് ചെയ്യും അല്ലേ. അപ്പൊ നെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ മോഡിൽ നിന്ന് മാറിയിട്ട് ഈ വെർച്വൽ ഹോസ്റ്റിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ എന്താണ്, നമ്മുടെ കോപ്പിറൈറ്റ് ഉള്ള സോഫ്റ്റ്വെയർസ് ഒന്നും പെട്ടെന്ന് പിടിക്കപ്പെടില്ല. ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഒക്കെ അവരുടെ കോപ്പിറൈറ്റ് ഉള്ള സോഫ്റ്റ്വെയർസ് നമ്മളെ അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരത് കംപ്ലൈന്റ് റേസ് ചെയ്യും, നമ്മൾ ബ്ലോക്ക് ചെയ്യും. അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട്, വെർച്വൽ ഹോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. വെർച്വൽ ഹോസ്റ്റിനുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ, ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നമ്മൾ വേറൊരു വെർച്വൽ മെഷീൻ, അപ്പം ഒരു ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം 2 or 3 ലാപ്ടോപ്പ് ഉള്ള പോലെ ഒരു വെർച്വൽ ഫീലിംഗ് നമുക്ക് തരും വെർച്വൽ ഹോസ്റ്റ്. അപ്പം ആ വെർച്വൽ ഹോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റ് ഫീൽഡിനകത്ത് ഈ കണക്ഷനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, അവൈലബിൾ ആക്ഷൻസ് ഉണ്ട്,
അപ്പോൾ ആക്ഷൻസിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ആക്ഷൻസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു വെർച്വൽ ഹോസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ വെർച്വൽ ഹോസ്റ്റിലേക്കുള്ള ആക്ഷൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് URI പാത്തായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇത് എങ്ങനെയാണ്, ഡോക്യുമെന്റ് ബേസ്ഡ് ഫീൽഡ് ആണ് അല്ലേ, ഡയറക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകൾ പറയുന്നത്. ഇനി ഈ കോണ്ടെക്സ്റ്റുകൾ ഓക്കെ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത്, കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ബ്രൗസ് ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിൾ ആണ് http://localhost:8080 അല്ലേ. ഇത് നമ്മുടെ എന്താണ്, നമ്മൾ ഏതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഹോസ്റ്റ് നെയിം ആണ്. ഹോസ്റ്റ് നെയിം സ്ലാഷ് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്താണ് കൊടുക്കുന്നത്, ഏത് റിസോഴ്സ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളത്. c:/wsdp/webapplication/root. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് OS ആണ് യൂസ് ചെയ്യുന്നത് നോക്കണം. ഫോർവേഡ് സ്ലാഷും ബാക്ക്വേർഡ് സ്ലാഷും ഒക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്ലാഷും യൂസ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ റൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏത് പേജ് ആയിരിക്കും, അതിന്റെ ഇൻഡെക്സ് പേജ് ആയിരിക്കും, ഫസ്റ്റ് പേജ് റൂട്ട് പേജ് ആയിരിക്കും, വെൽക്കമിംഗ് പേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പം ഏത് പേജിലേക്കാണ്, ഏത് ഡോക്യുമെന്റിലേക്കാണ് എന്നുള്ളത് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്ടർ പറഞ്ഞു, ഹോസ്റ്റ് നെയിം പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്, ലോഗിങ് ആണ്. ഓക്കെ. അപ്പോൾ ആക്സസ് ലോഗ് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ബ്രൗസ് ചെയ്തിട്ടുള്ള നമ്മുടെ HTTP ആ സെർവറിലേക്ക് വന്നിട്ടുള്ള HTTP റിക്വസ്റ്റിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു ലോഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിലേക്കുള്ള ആക്സസിന്റെ ഇതുവരെ നടന്നിട്ടുള്ള ആക്സസുകളുടെ ഒരു ഹിസ്റ്ററി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ലോഗിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഡിഫോൾട്ട് ലൊക്കേഷൻ എവിടെയായിരിക്കും, log/accesslogനകത്തായിരിക്കും ഡിഫോൾട്ടായിട്ട് എല്ലാ ഹിസ്റ്ററിയും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് ലോഗ് എൻട്രി കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റ് നെയിം കൊടുക്കും, ദെൻ യൂസർ നെയിം കൊടുക്കും, ദെൻ ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കും, ദെൻ സ്റ്റാർട്ട് ലൈൻ HTTP റിക്വസ്റ്റിന്റെ സ്റ്റാർട്ട് ലൈൻ കൊടുക്കും, ദെൻ നമ്പർ ഓഫ് ബൈറ്റ്സ് സെൻഡ് ഇൻ ബോഡി ഓഫ് റെസ്പോൺസ്. ഇത്രയും കാര്യമാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, host name, username, date and time of response, start line of HTTP request, then HTTP status code response, number of bytes. 6 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ, ഹോസ്റ്റ് നെയിം. അപ്പോൾ ഹോസ്റ്റ് നെയിം എന്താണ്, www.example.org ഹോസ്റ്റ് നെയിം കൊടുത്തു. ദെൻ അടുത്തത് എന്താണ്, യൂസർ നെയിം എന്താണ് ഇവിടെ, അഡ്മിൻ ആണ് അല്ലേ. അപ്പോൾ അഡ്മിനാണ് യൂസർ നെയിം ആയിട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതുവരെ നടന്നിട്ടുള്ള ബ്രൗസിംഗിന്റെ ഹിസ്റ്ററി നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റ് നെയിം ഏത് ഹോസ്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ദെൻ ഏത് യൂസറാണ് കൊടുത്തിട്ടുള്ളത്, ദെൻ അതിന്റെ ടൈം, ഡേറ്റ് ആൻഡ് ടൈം കൊടുത്തു. ഇവിടെ 20th July 2005 ടൈം കൊടുത്തു, 8:3:22 ടൈം കൊടുത്തു. ദെൻ പിന്നെന്താ കൊടുക്കുന്നത്, സ്റ്റാർട്ട് ലൈൻ ഓഫ് HTTP റിക്വസ്റ്റ്. സ്റ്റാർട്ട് ലൈൻ ഓഫ് HTTP റിക്വസ്റ്റ് എന്താണ്, get/admin/frameset.jsp എന്നുള്ളത് HTTP 1.1. അപ്പൊ ഇതെന്താണ്, നമ്മൾ HTTP റിക്വസ്റ്റിന്റെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു HTTP റിക്വസ്റ്റിന്റെ സ്റ്റാർട്ട് ലൈൻ ആണിത്. ഓക്കെ. പിന്നെന്താ കൊടുക്കേണ്ടത്, HTTP സ്റ്റാറ്റസ് കോഡ് 200 കൊടുത്തു. ദെൻ എന്താണ് കൊടുക്കുന്നത്, നമ്പർ ഓഫ് ബൈറ്റ്സ് സെൻഡ് ഇൻ ബോഡി ഓഫ് റെസ്പോൺസ്. തിരിച്ച് ഈ റിക്വസ്റ്റിന് റെസ്പോൺസ് അയച്ചപ്പം അതിന്റെ ബോഡിയിൽ
എത്ര ബൈറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ 920 ബൈറ്റ്സ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു കോമൺ ലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഹോസ്റ്റ് നെയിമും യൂസർ നെയിമും ടൈമും റിക്വസ്റ്റിനെ റെസ്പോൺസൊക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, സെർവറിന് ഓരോ ബ്രൗസിങ്ങിൻ്റെയും ലോഗ്സ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടെ സ്റ്റോർ ചെയ്യും? log/access log എന്ന് പറയുന്നിട്ടുള്ള ലൊക്കേഷനകത്ത്. ഓക്കെ, അത് JWSDPയുടെ അകത്തുള്ള ലൊക്കേഷനാണ്. ആ ഒരു ഡയറക്ടറിയുടെ അകത്തുള്ള ലൊക്കേഷനാണ്, അവിടെ സേവ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ ആക്സസ് ലോഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാൾസും കൂടെ യൂസ് ചെയ്യാം അല്ലേ? വാൾസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു വാൾ കമ്പോണന്റും കൂടെ നമുക്ക് ഇതിനകത്ത് ആക്സസ് ലോഗിങ്ങിനകത്ത് ആഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ആഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫീൽഡുകളാണ്, വാൾ കമ്പോണന്റ് ഫീൽഡുകളാണ് ഡയറക്ടറി, പാറ്റേൺ, പ്രിഫിക്സ്, റിസോൾവ് ഹോസ്റ്റ്, റൊട്ടേറ്റബിൾ, സഫിക്സ്. ഇങ്ങനെയുള്ള ഹോസ്റ്റുകളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഏത് ഡയറക്ടറിയിലാണ്, ലോഗ് ഫയൽ എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ദെൻ അതിൻ്റെ പ്രിഫിക്സ് സ്റ്റാർട്ടിങ് എന്താണ്, ഏത് IP അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്, റിസോൾവ് ഹോസ്റ്റ്. ദെൻ റൊട്ടേറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് അപ്ഡേറ്റ് ചെയ്യില്ലേ, ഓരോ ദിവസം കഴിയുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ സഫിക്സ് ആ ഫയൽ എൻഡ് ചെയ്തു എന്നുള്ളത് എങ്ങനെ നോട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ളതൊക്കെയാണ്, ഇത്രയും ഫീൽഡുകളൊക്കെയാണ് വാൾസിനകത്ത് പെടുന്നത്. അപ്പോൾ ഈ വാൾസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിങ്ങിൻ്റെ കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ലോഗ്സ് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വാൾസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇപ്പം പ്രിഫിക്സും ഡയറക്ടറി, പ്രിഫിക്സ്, ദെൻ റൊട്ടേറ്റബിൾ ആൻഡ് സഫിക്സ് ഫീൽഡുകൾ, ഈ 4 ഫീൽഡുകൾ അല്ലേ, ഈ 4 ഫീൽഡുകളുടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും എന്ത് പറയുന്നത്, നമ്മളിതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പാത്ത് ആക്സസ് ലോഗിലേക്ക് കൊടുക്കുന്നത്. ഏത് ഡയറക്ടറിയിലാണ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അത്, ദെൻ ഫയലിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ്, ദെൻ അതിൻ്റെ സഫിക്സ് എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഡയറക്ടറി ആക്സസ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറക്ടറി നമ്മൾ പറഞ്ഞു. ദെൻ അതിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്, ആക്സസ് ലോഗ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറിയുടെ അകത്തേക്ക് നമ്മൾ ആക്സസ് ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെയാകുമ്പം access.log അത് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ്. അപ്പം ആ ഒരു കറണ്ട് ഡേറ്റ് കൊടുത്തു. ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് കേട്ടോ കോമൺ ആയിട്ട് അത് എടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സഫിക്സും കൂടെ ആ ഫയൽ എൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കില്ലേ, .txt .doc എന്തെങ്കിലും കൊടുക്കില്ലേ. അപ്പോൾ ഇവിടെ .txt ആണെങ്കിൽ .txt. അപ്പോൾ ആ ഫയൽ അവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ വാൾസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കോമൺ ലോഗിങ്ങിൻ്റെ കൂടെ. ദെൻ നമുക്ക് ആക്സസ് ലോഗ്സ് പറഞ്ഞു നമ്മൾ, അതിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെസ്സേജ് ലോഗ്സ്, മെസ്സേജ് സെൻഡ് ടു ലോഗ് സർവീസ് ബൈ വെബ് ആപ്ലിക്കേഷൻ ഓർ ടോംകാറ്റോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജുകളുടെ ലോഗ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതും സേവ് ചെയ്തിട്ടുള്ള എവിടെയാണ്, log/jwsdp log എന്ന് പറയുന്ന ഡിഫോൾട്ട് ഫയലിനകത്താണ് സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ലാസ്റ്റ് ടോം കാറ്റിന്റെ സർവ്ലെറ്റ് റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്കോ അല്ലെങ്കിൽ എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എറർ സ്ട്രീമിലേക്കോ ഒക്കെ നമുക്കതിനെ റൈറ്റ് ചെയ്യാം. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഡോട്ട് ഔട്ടിലേക്ക് ജാവയല്ലേ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എറർ വരികയാണെങ്കിൽ സിസ്റ്റം ഡോട്ട് എറർ അങ്ങനെയുള്ള എക്സെപ്ഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ റൈറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം ടോം കാറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, സർവ്ലെറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുകൂടെ ഉണ്ട്, ആക്സസ് കൺട്രോൾ ആണ്. അപ്പോൾ ആക്സസ് കൺട്രോളും സെക്യൂർ സെർവേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ടോം കാറ്റ് 5.0 സെർവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഉള്ള ഫങ്ഷനിങ് JWSDP സർവീസിനെ കുറിച്ച് പറഞ്ഞു. ടോം കാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണത്. അതിനകത്തുള്ള കോമ്പോണൻസ് പറഞ്ഞു. കോമ്പോണൻസ് ഏതൊക്കെയാണ്, കണക്ടർ പറഞ്ഞു നമ്മൾ അല്ലേ, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ലോക്കൽ ഹോസ്റ്റ് വഴി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ദെൻ അതിൻ്റെ IP അഡ്രസ്സ് പറഞ്ഞു, IP അഡ്രസ്സ് വരാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. ദെൻ ലോക്കൽ ഹോസ്റ്റ് നെയിം എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ആണോ അതോ വെർച്വൽ ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഹോസ്റ്റിലേക്കാണോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹോസ്റ്റ് നെയിം എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞു. റിലേറ്റീവ് പാത്ത് നെയിമും അബ്സല്യൂട്ട് പാത്ത് നെയിമും പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, ആക്സസ് ലോഗ്സ് പറഞ്ഞു അല്ലേ. ആക്സസ് ലോഗ്സ് പറഞ്ഞു, ഇതുവരെ നടത്തിയിട്ടുള്ള ബ്രൗസിങ്ങിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ദെൻ കോണ്ടെക്സ്റ്റുകൾ പറഞ്ഞു, ഹോസ്റ്റ് നെയിമിന്റെ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റുകൾ പറഞ്ഞു. ദെൻ ആക്സസ് ലോഗ്സിന്റെ ഫോർമാറ്റിംഗ് പറഞ്ഞു. ദെൻ ആക്സസ് ലോഗ്സിന്റെ അകത്ത് വാൾവ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, വാൾവ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് പറയാം, ആക്സസ് കൺട്രോൾ. അതിനകത്ത് ഒരു കോമ്പോണന്റും കൂടെ ഉണ്ടായിരുന്നില്ലേ, റിലേം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പോണന്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് ആക്സസ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന കോമ്പോണന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പറയാനുണ്ട്. പ്ലസ് സെക്യൂർ സെർവേഴ്സും കൂടെ പറയാം. ഓക്കെ.